ശരിക്കും എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്നേഹമാണ്. ഇത് പറയുന്ന ആൾ ആരാണെന്ന് കേട്ടാൽ ജനങ്ങൾ ആദ്യമൊന്ന് അമ്പരക്കും. മറ്റാരുമല്ല, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ്. ഇങ്ങനെ പറയാൻ രാഹുലിന് കാരണമുണ്ട്. ശരിക്കും എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്നേഹമാണ്. നിറഞ്ഞ ചിരിയോടെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇത് പറയുന്നത്. കേന്ദ്രത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചത് ആ സ്നേഹം പ്രകടിപ്പിക്കാനാണെന്നും സ്റ്റെല്ല മേരീസ് കോളേജിൽ 3000 വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടെ രാഹുൽ പറഞ്ഞു. സ്നേഹമാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത. പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി കോപകൊള്ളനായിരുന്നു. എന്നെയും എന്റെ പാർട്ടിയെയും എന്റെ അച്ഛനമ്മമാരെയും മുത്തശ്ശിയും എല്ലാം രൂക്ഷമായ വാക്കുകളിൽ വിമർശിച്ചു. പക്ഷെ എനിക്ക് അപ്പോൾ ഉള്ളിൽ അദ്ദേഹത്തോട് സ്നേഹമാണ് തോന്നിയത്. എല്ലാവരോടും രോക്ഷം പ്രകടിപ്പിക്കുന്ന ഒരാൾ വേണ്ടത്ര സ്നേഹം കിട്ടാത്ത അസ്വസ്ഥനായിരിക്കും. ഈ ലോകത്തിന്റെ സൗന്ദര്യം അദ്ദേഹം കാണാതെ പോകും. എന്തെല്ലാമോ കാരണങ്ങളാൽ മോദിജിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത്ര രോക്ഷാകുലനാകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആലിംഗനം ചെയ്തത്. നിറഞ്ഞ കയ്യടികളായിരുന്നു രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ സദസ്സിൽ നിന്ന്. എന്നെ സമചിത്തത പഠിപ്പിച്ചത് മോദിയുടെ ആക്രമണങ്ങളാണ്. 2014 തിരഞ്ഞെടുപ്പ് തോറ്റതാണ് എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പാഠം. ഇങ്ങനെ വിനയത്തോടെയും സൗമ്യമായും കാര്യങ്ങളെ സമീപിക്കണമെന്ന് ഞാൻ പഠിച്ചു. എന്നെ അത് പഠിപ്പിച്ചത് മോദിജിയാണ്. അദ്ദേഹം എനിക്കെതിരെ നടത്തിയ എല്ലാ ആക്രമണങ്ങളും എന്നെ കൂടുതൽ സമചിത്തതയോടെ പ്രതികരിക്കാൻ പഠിപ്പിച്ചു. നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുമോ? വെറുപ്പോടെ പെരുമാറുന്ന ഒരാളോട് അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാനാവില്ല. നിങ്ങളും അയാളും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. അതുകൊണ്ട് പക്വതയോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ മോദിജിയുടെ പെരുമാറ്റം എന്നെ സഹായിച്ചിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾ ഗൗരവപൂർവമായും പക്വതയുടെയുമാണ് രാഹുൽ ഗാന്ധി നിരീക്ഷിക്കുന്നതും പെരുമാറുന്നതും എന്നത് ഇതിലൂടെ വ്യക്തമാണ്. മോദിജിയെ കടന്നാക്രമിക്കുമ്പോഴും പല പാഠങ്ങളും മോദിജിയുടെ ആ കടന്നാക്രമണത്തിലൂടെയാണ് താൻ പഠിച്ചതെന്ന് പരസ്യമായി രാഹുൽ വെളിപ്പെടുത്തുന്നു. എന്തായാലും ഇന്ത്യയുടെ കരങ്ങൾ ആരുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് വരുന്ന മെയ് 23-ന് അറിയാം. അത് രാഹുൽ ഗാന്ധിയോടൊപ്പമോ നരേന്ദ്രമോദിയോടൊപ്പമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.